Praise the Lord. Today's Bible thoughts. John chapter 12 verses 24. Truly, verily, I say to you, if the weeds falls on the ground, it will be the same. But if loosen it will bring much fruit. യോഹന്നാൻ 12:24. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴുകുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നെങ്കിൽ നാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. നാം കേട്ട ദൈവവചനം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശമാക്കി മാറ്റിയത് നാം വചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്തത് കൊണ്ടല്ലേ? അപ്പോൾ ആ പ്രകാശമോ അനേകം ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ നമ്മൾ സന്നദ്ധരല്ലേ? നമ്മൾ സന്നദ്ധരായേ പറ്റുകയുള്ളൂ. വചനം നമ്മിൽ തന്നെ ഒതുങ്ങിപ്പോയാൽ അത് അഴുകാത്ത ഗോതമ്പ് മണി പോലെ ആയിപ്പോകും. അത് അഴുകിയാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വെള്ളവും വളവും നൽകി ഒരു ചെടിയെ ഫലപുഷ്ടിയുള്ളതാക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ദൈവവചനത്തെ അനുദിനമുള്ള ആത്മീയ ശുശ്രൂഷയിലൂടെയും ദൈവമഹത്വത്തിലൂടെയുമാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത്. വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന പേരിൽ പൗലോസ് യേശുവിനെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ യേശുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് ജ്വലിക്കുന്ന ഒരു വിശ്വാസ ജീവിതം നയിച്ച് നമുക്ക് മാതൃക കാട്ടിത്തന്നില്ലേ? സഹനവും കഷ്ടതയും ഞെരുക്കവും അനേകം നേരിടേണ്ടി വന്ന പൗലോസ് സഹനത്തിലും ദൈവത്തെ പാടി സ്തുതിക്കാൻ തയ്യാറായില്ലേ? യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ ഇന്നീ കഷ്ടതകൾ നിസ്സാരമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ! എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം ഈ ഒരു എരിവില് ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് കഴിഞ്ഞത്? അവിടുത്തെ വചനത്തെ പ്രതിയുള്ള എരിവിനാല് യേശുവിനോട് കൂടിയുള്ള ഒരു ജീവിതത്തിനായി അവനേറ്റ മുറിപ്പാടുകളാൽ രക്ഷ കൈവരിച്ച ആത്മസന്തോഷത്തിൽ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശു നമ്മോട് പറഞ്ഞത് എന്താണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ട് വീണ്ടും ലോകവ്യഗ്രതയിൽ പെട്ടുപോകേണ്ടവരായല്ല, മറിച്ച് അവിടുത്തെ പ്രതിയുള്ള എരിവിനാൽ നന്ദിയോടെ ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അവിടുന്ന് നമ്മെ പരിശോധിക്കുമ്പോൾ അഴുകാത്ത ഗോതമ്പ് മണിയാകാതെ നിലത്ത് വീണ് അഴുകി ഫലപുഷ്ടിയുള്ള വൃക്ഷമായി അനേകം ഫലം നമ്മിൽ കാണാൻ ഇടയാകണം. ആമേൻ. നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ ആത്മീയ വരമാണെങ്കിൽ പോലും അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാൻ നാം തയ്യാറാകണം. അതിനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.